സോ നെക്സ്റ്റ് അടുത്ത ഫിഫ്ത്ത് പ്രോബ്ലം എന്ന് പറയുന്നത് പേജ് നമ്പർ 38-ലാണ് എഴുതിയിരിക്കുന്നത്. ഫിഫ്ത്ത് പ്രോബ്ലം എന്ന് പറയുന്നത് നോക്കി 100 MVA synchronous generator operates on full load at a frequency of 50 Hz. The load is suddenly reduced 50 megawatt due to time lag in governor system. The steam valve begins to close after 0.4 seconds. Determine the change in frequency that occurs in this time. H is equal to 5 kilowatt second per kVA. അപ്പോൾ ഇത് സെയിം പ്രോബ്ലം ആണ് നമ്മൾ നേരത്തെ എന്താണ് ഇതിൽ ചെയ്ത പോലെയാണ്. ഫസ്റ്റ് പ്രോബ്ലം നമ്മൾ ചെയ്ത അതേ സെയിം പ്രോബ്ലം ആണ്. നോക്കിയാൽ മതി. F0 പ്ലസ് ഡെൽറ്റ എഫ് കണ്ടുപിടിക്കേണ്ടത്. അത് 51 ഹെർട്സ് എന്ന് കിട്ടും. ദെൻ സിക്സ്ത് പ്രോബ്ലം എന്ന് പറയുന്നത് find the static frequency drop if the load is suddenly increased by 25 megawatt on a system having the following data. Rated capacity ഉണ്ട്, operating load എത്ര എന്ന് പറഞ്ഞിട്ടുണ്ട്, inertia constant ഉണ്ട്, governor regulation ഉണ്ട്. Also find the additional generation and loss in load. So delta PD is equal to എത്ര പറഞ്ഞിരുന്നത് 25 മെഗാവാട്ട് ആണ്. പിന്നെ അതിനെ പെർ യൂണിറ്റിലോട്ട് മാറ്റുമ്പോൾ നമുക്ക് എന്ത് വരും 0.05. അപ്പോൾ ഞാൻ ഇവിടെ ബേസ് ആയിട്ട് എടുത്തേക്കുന്ന മെഷീൻ്റെ റേറ്റഡ് കപ്പാസിറ്റി ദാറ്റ് ഇസ് 500 ആണ്. ഡിവൈഡ് ചെയ്യുമ്പോൾ 0.05. ദെൻ ബി ഈസ് ഈക്വൽ ടു ഡോ പി ഡി ബൈ ഡോ എഫ് ദാറ്റ് ഇസ് ചേഞ്ച് ഇൻ ലോഡ് എത്ര 250. ഓപ്പണിംഗ് ലോഡ് എത്രയാണെന്ന് പറയുന്നത് 250 ബൈ ഫ്രീക്വൻസി എത്രയാണ് 50. സോ 250 ബൈ 50. ദെൻ ബി ഇൻ പെർ യൂണിറ്റ്, അതിനെ ഞങ്ങൾ പെർ യൂണിറ്റിലോട്ട് മാറ്റി. അപ്പോൾ ഇങ്ങനെ വരും. ദെൻ ബി പ്ലസ് 1/r എന്ന് പറയുന്നത് 0.51 കിട്ടി. ദെൻ സ്റ്റാറ്റിക് ഫ്രീക്വൻസി ഡീവിയേഷൻ ഡെൽറ്റ എഫ് ഇസ് ഈക്വൽ ടു -1/b പ്ലസ് 1/r ഇൻറ്റു ഡെൽറ്റ പി ഡി. ഓക്കെ, അതിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. സോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്ക് നമുക്ക് -0.098 എന്ന് വന്നു. സോ സിസ്റ്റം ഫ്രീക്വൻസി ഇസ് 50 മൈനസ് ഇത് 49.902. Then amount of additional generation delta Pg is equal to minus delta F by R. So minus delta F എന്ന് പറയുന്നത് എത്രയാണ് വരുന്നത് -0.098 divided by 2. It is 4.9 into 10 raised to -2 is equal to 4.9 into 10 raised to -2 into 500 ചെയ്യുമ്പോൾ അതിനെ മെഗാവാട്ടിലോട്ട് മാറ്റി. Then loss of load due to drop in frequency that is B into delta F. B into delta F എന്ന് പറഞ്ഞാൽ 0.01 into 0.098 into 500. It is 0.5 megawatts. Then next problem എന്ന് പറയുന്നത് പ്രോബ്ലംസ് ഒക്കെ സിമ്പിളാണ്. നമ്മൾ ബാക്കിയുള്ളത് ഇപ്പോൾ ഫോൾട്ട് അനാലിസിസ് ഒന്നും ചെയ്യുന്ന പോലെ അത്രയും ടഫായിട്ടുള്ള പ്രോബ്ലംസ് ഒന്നുമല്ല. കുറച്ച് സിമ്പിളായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് അടുത്തത് നെക്സ്റ്റ് പ്രോബ്ലം എന്ന് പറയുന്നത് ഞാൻ എഴുതിയിരിക്കുന്ന പേജ് നമ്പർ 49-ലാണ് ക്വസ്റ്റ്യൻ നമ്പർ 7. അപ്പോൾ അതൊരു 2 ഏരിയ സിസ്റ്റത്തിൻ്റെ പ്രോബ്ലമാണ്. അപ്പോൾ ഇതും ഇതുപോലെ നമുക്ക് ചെയ്യാവുന്നേ ഉള്ളൂ, അതും കൂടെ ഉള്ളൂ. ഇപ്പോൾ 2 ഏരിയ സിസ്റ്റത്തിൻ്റെ പ്രോബ്ലം വേണമെങ്കിൽ ചോദിക്കാം. നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഒക്കെ എടുത്ത് നോക്കിയാൽ മതി. സോ നോക്കി a 2 area system connected by a tie line has the following parameters on a 1000 MVA common base. So area അതിൽ ഏരിയ 1ൻ്റെ സ്പീഡ് റെഗുലേഷൻ, ഫ്രീക്വൻസി സെൻസിറ്റീവ്, അതുപോലെ ഏരിയ 2 രണ്ട് ഏരിയയുടെയും R1 ഉണ്ട്, R2, D1, D2, H1, H2. ദെൻ ബേസ് പവർ, ഗവർണർ ടൈം കോൺസ്റ്റൻസ്, ടർബൈൻ ടൈം കോൺസ്റ്റൻസ്, ഇത്രയും കാര്യങ്ങൾ തന്നിട്ടുണ്ട്. എന്ത് ചോദിച്ചിരിക്കുന്നത് പറഞ്ഞാൽ ദ യൂണിറ്റ്സ് ആർ ഓപ്പറേറ്റിംഗ് ഇൻ പാരലൽ അറ്റ് ദ നോമിനൽ ഫ്രീക്വൻസി ഓഫ് 60 ഹെർട്സ്. ദ സിങ്ക്രണൈസിംഗ് പവർ കോഎഫിഷ്യൻറ്റ് PS is equal to 2 per unit. A load change of 187.5 megawatt occurs in area 1. Determine the new steady state frequency and change in tie line flow. So okay, the per unit load change നമുക്ക് എന്തോ കണ്ടുപിടിക്കേണ്ടത് ന്യൂ സ്റ്റഡി സ്റ്റേറ്റ് ഫ്രീക്വൻസി ആണ് ആൻഡ് ദ ചേഞ്ച് ഇൻ ടൈ ലൈൻ പെർഫോമൻസ് ഡെൽറ്റ P12 അല്ലേ. സോ ദ പെർ യൂണിറ്റ് ലോഡ് ചേഞ്ച് ഇൻ ഏരിയ 1 ഇസ് ഡെൽറ്റ PD1. എങ്ങനെ എഴുതാം? എനിക്ക് 187.5 ബൈ അതിനെ ഞാനങ്ങ് 1000 MVA എന്ന് പറയുന്നത് ഞാൻ അങ്ങ് ബേസ് ആണെന്ന് തന്നിട്ടുണ്ട്. സോ അപ്പോൾ അത് തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മളതങ്ങ് ബേസ് ആയിട്ട് എടുക്കണം. സോ 0.1875 പെർ യൂണിറ്റ് ആയി. അത് പെർ യൂണിറ്റ് സ്റ്റഡി സ്റ്റേറ്റ് ഫ്രീക്വൻസി ഡീവിയേഷൻ എന്ന് പറഞ്ഞാൽ ഡെൽറ്റ എഫ് ഇസ് ഈക്വൽ ഇക്വേഷൻ നമ്മൾ ഓൾറെഡി എഴുതി വെച്ചിട്ടുണ്ട്. അതിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. എല്ലാം ഗിവൺ ഡേറ്റാസ് ആണ്. നമുക്ക് -0.005 പെർ യൂണിറ്റ്. അപ്പോൾ ഈ 2-3 ഇക്വേഷൻസ് പഠിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് എല്ലാ പ്രോബ്ലംസ് ഒക്കെ ചെയ്യാൻ പറ്റും. ഭയങ്കര ടഫായിട്ടുള്ള പ്രോബ്ലംസ് ഒന്നും ഇല്ല. അപ്പോൾ ഇതിനെ ഞാൻ അങ്ങനെ ചെയ്തു, ഫ്രീക്വൻസി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് ഹെർട്സിലോട്ട് മാറ്റി. ഇനി ആൻഡ് ദ ന്യൂ ഫ്രീക്വൻസി. അപ്പോൾ ഫ്രീക്വൻസി തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ 50 or 60 അസ്യൂം ചെയ്തെടുക്കുക.
the new frequency നമുക്ക് എഴുതാം f0 plus delta f at 60 minus 0.3, 59.7 hertz. Now the change in mechanical power in area 1 is delta pg1 എന്ന് പറഞ്ഞാൽ എങ്ങനെ എഴുതാം മൈനസ് ഡെൽറ്റ എഫ് ബൈ r1. അപ്പോൾ അത് ചെയ്യുമ്പോൾ pg1 കിട്ടി, അതുപോലെ ഡെൽറ്റ pg2 മൈനസ് ഡെൽറ്റ എഫ് ബൈ r2 അതും കിട്ടി. 80 മെഗാവാട്ട്. ഇവിടെ 100 മെഗാവാട്ടും ഇവിടെ 80 മെഗാവാട്ടും. Thus area 1 increases the generation by 100 megawatt and area 2 by 80 megawatt at the new operating frequency of 59.7 hertz. The total change in generation is 180 megawatt, which is അപ്പോൾ total change in generation എത്ര ഇവിടെ നമുക്ക് കിട്ടുന്നത് 100 plus 80. So 180 megawatt ആണ് കിട്ടുന്നത്, which is 7.5 megawatt less than the 187.5 megawatt load change because of the change in the area loads due to frequency drop. Actually നമുക്ക് എത്ര അവിടെ ലോഡ് ചേഞ്ച് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട് 187.5 മെഗാവാട്ട് ആണ്. പക്ഷേ നമ്മുടെ ജനറേഷനിലെ ചേഞ്ച് ചെയ്ത് നമുക്ക് എത്രയേ കിട്ടുന്നുള്ളൂ 180 മെഗാവാട്ടേ കിട്ടുന്നുള്ളൂ. സോ ബാക്കി എന്ന് പറഞ്ഞാൽ എന്താണ് ചേഞ്ച് ഇൻ ദ ഏരിയ ലോഡ്സ് ഡ്യൂ ടു ഫ്രീക്വൻസി ഡ്രോപ്പ് കാരണം വരുന്ന ഡ്രോപ്പാണ്. So the change in the area 1 load is delta f into d1 is equal to into d1 is minus 0.003 per unit, that is minus 3 megawatt into 1000 minus 3 megawatt. And the change in the area 2 load is delta f d2 is equal to minus 0.005 into 0.9, so minus 0.0045 per unit, so minus 4.5 megawatt. Thus the change in the total area load is minus 7.5 megawatt. നമുക്ക് ഇവിടെ മൈനസ് 4 ഫ്രീക്വൻസി ഡ്രോപ്പ് കാരണം വരുന്ന ചേഞ്ച് ഇൻ ലോഡ് എന്ന് പറഞ്ഞാൽ മൈനസ് 7.5 മെഗാവാട്ട് ആണ്. സോ ദ ടൈ ലൈൻ പവർ ഫ്ലോ ഈസ് ഡെൽറ്റ P12 is equal to delta F into 1 by R2 plus D2. അപ്പോൾ ഇക്വേഷൻ ഞാനവിടെ ഡിറൈവ് ചെയ്ത് കാണിച്ചിട്ടുണ്ട്. നിങ്ങൾ ഡെൽറ്റ P12 is equal to ഇതായിരുന്നു നമ്മുടെ എക്സ്പ്രഷൻ. ഇതിനകത്തോട്ട് നമ്മൾ മൈനസ് ഡെൽറ്റ PD1ന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുമ്പോഴത്തേക്ക് ഡെൽറ്റ എഫ് ഇൻറ്റു B1 പ്ലസ് B2 സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ ഇക്വേഷൻ കിട്ടും. ഡെൽറ്റ P12 ഞാൻ എക്സ്പ്ലനേഷനിൽ പറയുന്നുണ്ട്. ഡെൽറ്റ P12 is equal to 1 by R2 plus D2 ഇൻറ്റു ഡെൽറ്റ എഫ്. അപ്പോൾ ഇക്വേഷൻ എടുക്കുക, ഇക്വേഷൻ എടുത്തിട്ട് അതിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. സോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് വരും minus 84.5 megawatt. That is 84.5 megawatt flows from area 2 to area 1. കാരണം എന്താ ഇവിടെ നമുക്ക് മൈനസാണ് വരുന്നത്, അപ്പോൾ 1 to 2 അല്ല, area 2 to area 1 ആണ്. സോ 80 megawatt comes from the increased generation in area 1. അതായത് ടൈ ലൈൻ പവർ ഫ്ലോ എന്ന് ചേഞ്ച് വരുന്നത് 84.5 മെഗാവാട്ട് ആണ്. അതിൽ 80 മെഗാവാട്ട് comes from the increased generation, delta Pg1 plus delta Pg2 നമ്മൾ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് എത്ര കിട്ടുന്നത് 80 മെഗാവാട്ട് കിട്ടുന്നത് അല്ലേ, area 2. And 4.5 megawatt comes from the reduction in area 2 load due to frequency drop. Okay, 4.5 megawatt എവിടെ നിന്നാണ് വരുന്നത്, 4.5 megawatt reduction in area 2 load due to frequency drop. Okay, അപ്പോൾ ഈ പ്രോബ്ലം കൂടെ നോക്കുക. ദെൻ ടെക്സ്റ്റ് ബുക്കിൽ പ്രോബ്ലംസ് ഒക്കെ ഉണ്ട്, അതും കൂടെ റെഫർ ചെയ്യുക. ഹാദിസാദത്തിൻ്റെ ടെക്സ്റ്റിലും അതുപോലെ വാദ്വേൽ അങ്ങനെ ചില ടെക്സ്റ്റുകളിലൊക്കെ പ്രോബ്ലംസ് ഉണ്ട്, അപ്പോൾ അതും കൂടെ റെഫർ ചെയ്യുക. അപ്പോൾ AVRൻ്റെ പ്രോബ്ലംസ് ഒന്നും അങ്ങനെ ചോദിച്ചിട്ടില്ല, ഈ സിംഗിൾ ഏരിയയുടെയും 2 ഏരിയയുടെയും പ്രോബ്ലംസാണ് കൂടുതൽ ചോദിക്കുന്നത്. അപ്പോൾ അതും കൂടെ നന്നായിട്ട് നോക്കുക. അപ്പോൾ ഞാൻ മൊത്തം ടോട്ടൽ എത്ര പ്രോബ്ലംസ് ഉണ്ട്, 7 പ്രോബ്ലംസ് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൂടെ പഠിക്കുക കേട്ടോ. ഓക്കെ, താങ്ക് യു.